Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil haqqi bashiran wa nadhira wa da'iyan ila Allahi bi idhnihi wa sirajan munira. Allahumma salli ala Muhammadin wa ala ali Muhammad كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മാനസിക, സാമ്പത്തിക, ശാരീരിക പ്രയാസങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. തൗഹീദിലായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും മുവഹിദായി ഈ ലോകത്തോട് വിട ചോദിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മോട് ആരെങ്കിലും ഇന്നിന്ന കാര്യങ്ങൾ അത് ഞാൻ ചെയ്തു തരാം, ഞാനത് ശരിയാക്കി തരാം എന്ന് നമ്മോട് പറയുമ്പോൾ ഒരുപക്ഷെ അവർ പറയുന്ന കാര്യം അവർക്ക് ചെയ്യാൻ കഴിയുന്നതാകാം, ചിലപ്പോൾ അവർ ചെയ്യാൻ ശ്രമിച്ചാലും നടക്കാത്തതാകാം, മുൻപ് ചെയ്തപ്പോൾ അത് ശരിയായിട്ടുണ്ടെങ്കിലും നമ്മുടെ കാര്യത്തിൽ അവർ ഇടപെടുമ്പോൾ അത് നടക്കാതെ പോയി എന്ന് വരാം. എന്നാലും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഞാനത് ചെയ്തു തരാം, ശരിയാക്കി തരാം എന്ന് ഒരാൾ പറയുമ്പോൾ വല്ലാത്തൊരു ആശ്വാസവും സമാധാനവുമൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന സാധാരണക്കാരനായൊരു മനുഷ്യൻ ഇന്ന കാര്യത്തിൽ ഞാൻ ഇടപെട്ടു തരാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ആശ്വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാൻ
100% കഴിയുമെന്ന് ഉറപ്പുള്ള, ഒരു പക്ഷേ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന ഒരേ ഒരാള് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്തു തരാം, ശരിയാക്കി തരാം, ഞാൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പാഴ്വാക്കാവുകയില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പഠിപ്പിച്ചത് വഅദല്ലാഹ്, അല്ലാഹുവിന്റെ വാഗ്ദാനം, ലാ യുഖ്ലിഫുല്ലാഹു വഅദ, അല്ലാഹു അവന്റെ വാക്കുകൾ, വാഗ്ദാനങ്ങൾ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നാണ്. പടച്ച റബ്ബ് ഒരു വാക്കു പറഞ്ഞാൽ ആ വാക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ലംഘിക്കാതെ പൂർണ്ണമായും നമുക്ക് അല്ലാഹു അത് ശരിയാക്കി തരുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശ്വാസികൾക്ക് അല്ലാഹു നൽകിയ ചില വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ കാര്യത്തിൽ ഒരിക്കലും അല്ലാഹു അവന്റെ കരാറ് ലംഘിക്കുകയില്ല എന്ന് ഉറപ്പ് പറയുമ്പോൾ ആ വാക്കുകളൊക്കെയും പാലിക്കപ്പെടാൻ നമ്മൾ ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അതിലേക്ക് അല്ലാഹു ചേർത്തു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെന്തൊരു കാര്യമാണോ നൽകാമെന്ന് അല്ലാഹു പറഞ്ഞത് അത് തീർച്ചയായും അല്ലാഹു നൽകും ഇൻഷാ അല്ലാഹ്. അങ്ങനെ അല്ലാഹു നമുക്ക് നൽകിയ 5 വാഗ്ദാനങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഈ വാഗ്ദാനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം, പടച്ചവനെ ഇത് നിർവഹിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഉണ്ടാകേണ്ടത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഒരു വാക്ക്? വിശുദ്ധ ഖുർആനിന്റെ 40-ാം അധ്യായത്തിന്റെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, അല്ലാഹു പറയുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് തേടൂ, പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാഹു പറയാണ് നമ്മളോട്, മനുഷ്യരെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താകട്ടെ അത് നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് തേടൂ, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചതിന്, നിങ്ങൾ തേടിയതിന്, പ്രാർത്ഥിച്ചതിന്, പറഞ്ഞതിന് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അല്ലാഹു പറയാൻ. സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കി. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ പടച്ചവനോട്? പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ലാഹു ചെയ്തു തരുമെന്ന് ഉറപ്പാണ്, അല്ലാഹുവിന്റെ വാക്കാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇന്നഹു മൻ ലം യസ്അലില്ലാ യഗ്ളബ് അലൈഹി, ആരാണോ പടച്ചവനോട് തേടാത്തത്, ചോദിക്കാത്തത്, അവനോടാണ് പടച്ചവന് ദേഷ്യം എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇനി ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ തേടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ശിർക്കിൽ നിന്ന് മുക്തരായിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പടച്ചവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു, പല ജാറത്തിന്റെയും ഖബറിന്റെയും മഖബറുടെയും മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നു, അവരോട് തേടുന്നു, ഏലസുകളും ഐക്കല്ലുകളും ചരടുകളും നൂലുകളും ഉറുക്കുകളും ഒക്കെ ശരീരത്തിൽ ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പടച്ചവനോട് തേടുന്നത്? ഇനി അതല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിനോട് തേടുമ്പോൾ അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരും. പക്ഷേ ആ ഉത്തരം തരുമെന്ന് പറഞ്ഞതിന് തടസ്സമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ദീർഘമായ യാത്ര ചെയ്ത് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അല്ലാഹുവിന്റെ റബ്ബ് എന്ന നാമം വെച്ച് അള്ളാഹിനോട് തേടിയ ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അവൻ തിന്നതും കുടിച്ചതും ഉടുത്തതും എല്ലാം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ ഊട്ടപ്പെട്ട, ഹറാമിൽ മുഴുകിയ ഒരു ജീവിതമാണ് അവൻ നയിക്കുന്നത്. ഫഅന്നാ യുസ്തജാബു ലഹു, അവൻ എങ്ങനെയാണ് പടച്ച ഉത്തരം കൊടുക്കുക? ഇത് 3 നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ തേടുന്നുണ്ടോ പടച്ചവനോട്? നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെ ശിർക്കിൽ നിന്ന് മുക്തരായിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. ഇതൊന്നുമില്ലെങ്കിൽ അല്ലാഹു നമ്മുടെ തേട്ടങ്ങൾ സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തേടാൻ നമ്മൾ മനസ്സ് കാണിക്കുക, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുക. രണ്ടാമത്തെ ഒരു വാക്ക് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയാണ്, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, സ്മരിക്കുക. അദ്കുറുകും, ഞാൻ നിങ്ങളെയും സ്മരിക്കുന്നതാണ്. വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, നന്ദികേട് നിങ്ങൾ കാണിക്കരുത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നിങ്ങൾ എന്നെ ഓർത്താൽ
ഞാൻ നിങ്ങളെ ഓർക്കുമെന്നാണ്. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ വീണ്ടും ഇത് പഠിപ്പിക്കപ്പെട്ടു. അള്ളാഹു പറയാണ്, അന ഇൻദ ദന്നി അബ്ദി ബി വ അന മഅ ഇദാ ദക്കറനി. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നോ അതിനനുസരിച്ചാണ് ഞാൻ അവന്റെ കാര്യത്തിൽ ഉണ്ടാകുക. അവൻ എന്നെ ഇങ്ങോട്ട് ഓർക്കുകയാണെങ്കിൽ ഫൈൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി. അവൻ അവന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഞാൻ അവനെ കുറിച്ചും സ്മരിക്കുമെന്നാണ്. വൈൻ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഫീ മലഇൻ, ഒരു സംഘത്തിൽ വെച്ച് അവൻ എന്നെ കുറിച്ച് സ്മരിച്ചാൽ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, അവന്റെ കൂടെയുള്ള സംഘത്തെക്കാൾ ഉത്തമമായ ഒരു സംഘം അഥവാ മലക്കുകൾക്കിടയിൽ അവനെ കുറിച്ച് ഞാൻ സ്മരിക്കുന്നതാണ്. ദിക്ർ എടുക്കുമ്പോ പടച്ചോ നമ്മൾ ഓർക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ അദ്കാറു സ്വബാഹ് ചൊല്ലാൻ നമുക്ക് സമയം കിട്ടിയോ? ഭക്ഷണം കഴിക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, ഈ പറഞ്ഞൊക്കെ ഇന്നിപ്പോ ചെയ്തല്ലോ. ബാത്റൂമിലേക്ക് കയറുമ്പോ, ഇറങ്ങുമ്പോ, പള്ളിയിലേക്ക് കയറിയപ്പോ ഒക്കെ എത്രയെത്ര ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പഠിപ്പിക്കപ്പെട്ട ദിക്റിലൂടെ നമ്മൾ പടച്ചോനെ ഓർക്കുമ്പോ അള്ളാഹ് നമ്മൾ ഓർക്കുന്നു. നമ്മളൊരു സംഘത്തിൽ വെച്ച് അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുമ്പോ നമ്മൾ കൂടിയ ഈ സംഘത്തേക്കാൾ ഉത്തമമായ മലക്കുകളുടെ സംഘത്തിൽ എന്റെയും നിങ്ങളുടെയും പേര് പടച്ചോൻ പറയും. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹിന്റെ വാക്ക്, അള്ളാഹിനെ നമ്മൾ ഓർത്താൽ തിരിച്ചല്ലാഹു നമ്മളെ ഓർക്കുമെന്നാണ്. മൂന്നാമത്തെ ഒരു വാഗ്ദാനം വിശുദ്ധ ഖുർആൻ സൂറത്തു അൻഫാലിന്റെ 33 അള്ളാഹ് പറയാൻ, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെങ്കിൽ നാം ഒരിക്കലും നമ്മുടെ ശിക്ഷ കൊണ്ട് അവരെ പിടികൂടുകയില്ല. ഇസ്തിഗ്ഫാർ നടത്താൻ, പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മൾ മനസ്സു കാണിച്ചാൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശിക്ഷ കൊണ്ട് പിടികൂടുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞതും വരാനുള്ളതുമായ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുപോലും പൊറുക്കപ്പെട്ട സൃഷ്ടികളിലെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് 100 തവണയാണ് ഒരു ദിവസം പറഞ്ഞത്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നാളെ പരലോകത്ത് തന്റെ കർമ്മരേഖ കയ്യിൽ കിട്ടുമ്പോ ആ കർമ്മരേഖയിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണാൻ ആർക്കാണോ കഴിയുന്നത് അവൻ എന്റെ മംഗളാശംസകൾ എന്നാണ്. നാളെ കിതാബ് കിട്ടുമ്പോ അതിലേറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ വാക്കായിട്ട് കാണേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളതാണ്. പക്ഷെ സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞിട്ട്, ജുമാന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് പോലും 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനുള്ള സമയമെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മളൊരു ദിവസം എത്ര തവണ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ട് പടച്ചവനോട്? അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുൽ ഇസ്തിഗ്ഫാറായി പഠിപ്പിച്ചില്ല. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന രാവിലെ ചൊല്ലി വൈകുന്നേരത്തിന്റെ മുൻപ്, വൈകുന്നേരം ചൊല്ലി പ്രഭാതമാകുന്നതിന് മുൻപ് മരണപ്പെട്ടാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ട ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇന്നത്തെ പ്രഭാതത്തിൽ ചൊല്ലാനുള്ള തൗഫീഖ് ഉണ്ടായോ സഹോദരങ്ങളെ? നമ്മൾ പരിശോധിക്കണം. നാലാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പറഞ്ഞു, വയതഅദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങളുടെ റബ്ബിദാ പ്രഖ്യാപിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അനുഗ്രഹം കിട്ടിയിട്ട് അള്ളാഹിനോട് നമ്മൾ നന്ദിയുള്ളവരായാൽ പടച്ചോൻ അവന്റെ അനുഗ്രഹം ഇങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം. മനസ്സുകൊണ്ട്, നാവ് കൊണ്ട്, ശരീരം കൊണ്ട് പടച്ചവനോട് നന്ദിയുള്ളവരാകണം നമ്മൾ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾ എന്തൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ മനുഷ്യരെ, ഫമിനല്ലാഹ്, അതൊക്കെ പടച്ചോൻ തന്നതാണ്. അതിന് നമ്മൾ നന്ദി കാണിക്കണം. എങ്ങനെ? നാവ് കൊണ്ട്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, മനസ്സിലുണ്ടാകണം പടച്ചോൻ തന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം. യഅ്മലു ആല ദാവൂദ ശുക്ര, പ്രവർത്തിക്കണം നമ്മൾ. നന്ദി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരം കൊണ്ട് പടച്ചോൻ ഇഷ്ടമുള്ള രൂപത്തിൽ പ്രവർത്തിച്ച് സഹോദരങ്ങളെ നമ്മൾ നന്ദി കാണിക്കണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ശരീരത്തിൽ മാത്രം എന്തൊക്കെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നു. സഹോദരങ്ങളെ, ഒന്ന് മൂത്രമൊഴിക്കാൻ തോന്നുമ്പോ നിനക്ക് മൂത്രമൊഴിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് സിഗ്നല് പോകുന്ന ആ ഒരൊറ്റ സംവിധാനം പടച്ച റബ്ബ് ഒന്ന് പിടിച്ചു വെച്ചാൽ, ഒരു ദിവസത്തേക്ക് പിടിച്ചു വെച്ചാൽ
ഒരു സദസ്സിൽ പോയിരിക്കാൻ പറ്റുമോ നമുക്ക്? മൂത്രമൊഴിക്കാനായി എന്നൊരു സിഗ്നൽ പാസ് ചെയ്യുന്ന ശരീരത്തിൽ ഒരു സംവിധാനം, അതൊന്ന് നിലച്ചുപോയാൽ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ നമുക്ക്? ഒരു പള്ളിയിലേക്ക് വന്നിരിക്കാൻ പറ്റുമോ നമുക്ക് സ്വതന്ത്രമായിട്ട്? സഹോദരങ്ങൾ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദിവസവും നമ്മൾ അനുഭവിക്കുന്നു. ആ അനുഗ്രഹങ്ങൾക്ക് മനുഷ്യരെ നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന ആ ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു പറഞ്ഞതെന്താ? നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ വല ഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ കഠിനമായിരിക്കും. മുഫസ്സിറുകൾ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, കഠിനമായ ശിക്ഷ ഒരുപക്ഷേ അള്ളാഹു അവന്റെ തന്ന അനുഗ്രഹത്തെ തിരിച്ചെടുക്കലായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യാസുർകും വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങളെ തിരിച്ചു പടച്ചും സഹായിക്കും, നിങ്ങളുടെ കാലുകളെ പടച്ച് ഉറപ്പിച്ചു നിർത്തും. നിങ്ങൾ അള്ളാഹിനെ അങ്ങോട്ട് സഹായിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, ദീനിൽ സജീവമായാൽ, ആ ദീനിന്റെ പ്രബോധകരായി നമ്മൾ മാറിയാൽ, ആ ദീനിന് നേരെ വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും എതിരെ നിന്ന് ദീനിനെ സംരക്ഷിക്കാനും പടച്ചോന്റെ ദീനിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാനും ത്യാഗം സഹിക്കാനും നിങ്ങൾ ഒരുക്കമായോ, ആര് എന്തൊക്കെ നിയമം പാതിരാത്രികളിൽ ചർച്ച ചെയ്ത് പാസാക്കിയാലും പടച്ചോങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ ആരൊക്കെ കുതന്ത്രങ്ങളിലൂടെ നിയമങ്ങൾ കെട്ടിയുണ്ടാക്കിയാലും യുസബ്ബിത് അഖ്ദാമക്കും, പടച്ചോ നിങ്ങളെ കാൽപ്പാടുകളെ, കാലടികളെ ഉറപ്പിച്ചു നിർത്തും. പടച്ചോന്റെ വാക്കാൻ ആ സഹായമല്ലേ നബിമാർക്ക് കിട്ടിയത്? അവർ ദീനിന്റെ മാർഗത്തിൽ സജീവരായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളക്കണക്കിന് സേവനങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുത്തു. നമ്മുടെ സഹോദരങ്ങളെ, ഈ 5 വാക്ക് അല്ലാഹു പറയാണ്, നിങ്ങൾ എന്നോട് തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നിങ്ങൾ എന്നെ സ്മരിക്കൂ, ഞാൻ നിങ്ങളെ തിരിച്ചും സ്മരിക്കുന്നതാണ്, ഓർക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. ഇസ്തിഗ്ഫാർ തേടിയാൽ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ തരാമെന്ന് പറയാൻ, നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ചു തരാമെന്നത് അള്ളാന്റെ വാക്കാണ്. ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ സഹായിക്കാൻ നിങ്ങൾ ഒരുക്കമായാൽ തിരിച്ചു ഞാൻ നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ കാൽപ്പാടുകളെ, കാലടികളെ ഞാൻ ഉറപ്പിച്ചു നിർത്തുമെന്നത് അള്ളാന്റെ വാക്കാണ്. ഈ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത അവന്റെ സഹായം നമുക്ക് തിരിച്ചു കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ നിസ്കാരങ്ങളിൽ പ്രാരംഭ പ്രാർത്ഥനകളായി പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട്. വളരെ ലഘുവായി ചൊല്ലാൻ പറ്റിയ ഒരു പ്രാർത്ഥന, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നമ്മൾ വജ്ജഹത്തു ചൊല്ലുന്ന അല്ലാഹുമ്മ ബഅീദ ബൈനി ചൊല്ലുന്നത് പോലെ നിസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒന്നാണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുന്നു. വതബാരക ഇസ്മുക, നിന്റെ നാമം അതിമഹത്തരമാണ്. വതആല ജദ്ദുക, നിന്റെ മഹത്വം അത്യുന്നതമാണ്. വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. ഈ ഓരോ സന്ദർഭത്തിലും ഒന്നിലധികം പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിർവഹിക്കുമ്പോൾ 2 നിലക്കത് നമുക്ക് നേട്ടമാണ്. ഒന്ന്, സ്ഥിരമായി ഒന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നത് പലപ്പോഴും അശ്രദ്ധമായിട്ടായിരിക്കും. നാവ് അങ്ങനെ ചൊല്ലുന്നുണ്ടാവും, മനസ്സ് ശ്രദ്ധിക്കൂല. മാറി മാറി പ്രാർത്ഥനകൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിന് ഒരു ശ്രദ്ധ കിട്ടും. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി കാണിച്ചു തന്നതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നബി കാണിച്ചു പറഞ്ഞ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലാൻ എനിക്ക് കഴിഞ്ഞു എന്ന് സമാധാനിക്കാനും ആശ്വസിക്കാനും പറ്റും. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക, നന്മകളിൽ സജീവമാവുക. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട്
മരണത്തെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൾഫ് നാടുകളിലടക്കം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.